ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ട യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം. ഓക്കെ. നമ്പർ 2, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, റൈറ്റ്. സർ, ഞാന് ഒരു മാരീഡ് ആണ്. പക്ഷെ എനിക്ക് എന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ചാല്, ഞാന് ആഗ്രഹിച്ചൊരു ലൈഫല്ല ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ഞാനൊരു 10 വർഷത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു അടച്ചിട്ടിട്ട് ഇങ്ങനെ ഭാര്യ എന്നുള്ള ഒരു രീതിയിൽ പോയി. നല്ല ഭാര്യ ആവാനും നല്ല മരുമകളാവാനും ശ്രമിച്ചു. പക്ഷെ എനിക്ക് അതിലൊക്കെ ഫെയിലിയർ ആണ് ഉണ്ടായത്. ഞാൻ എന്ത് ചെയ്താൽ കഴിഞ്ഞാലും അതിലൊരു കുറ്റം മാത്രമായിരുന്നു പലരും കണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെ ആയിരുന്നു. സപ്പോർട്ടിങ്ങിന് ആരുമില്ല. പിന്നെ സിസ്റ്റേഴ്സ് ഇല്ല. എനിക്കുള്ള 2 ബ്രദേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങൾ തുറന്ന് പറയാൻ ആളില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. അപ്പൊ ഇപ്പൊ 10 വർഷം കഴിഞ്ഞപ്പോ ഞാൻ അതിൽ നിന്നൊക്കെ പോരണം. എന്റെ ഫാദർ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഇപ്പൊ മരിച്ചപ്പോഴാണ് എനിക്ക് വല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു പോയത്. കാരണം മറ്റേ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉപ്പ ഉണ്ടാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അത് നഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു ഒറ്റക്കായ പോലെ ആയി. ആരുമില്ല എന്നൊരു പേടി വന്നു. ഇപ്പൊ എന്ത് ചെയ്യാനും പേടിയാണ്. ഞാൻ പറഞ്ഞാൽ ശരിയാവോ? അതുപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാക്കുകൾക്ക് ഒരു വാല്യൂ ഇല്ല എവിടെയും. അപ്പൊ ഒരു മടുപ്പ് വരികയാണ് സംസാരിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും. ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊക്കെ ഒരു തോന്നലാണ്. ഒരു നല്ലൊരു ജോലി വേണം. എന്റെ പാഷനൊക്കെ ഞാൻ വിട്ടു. അതിനുള്ള ഏജൊക്കെ എനിക്ക് കഴിഞ്ഞു പോയി. 10 വർഷത്തോളം ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു ഇരുട്ട് റൂമിൽ കിടന്ന പോലെയാണ്. ഇപ്പൊ ചെറിയൊരു വെളിച്ചമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്നുണ്ട്. അപ്പൊ ലൈഫിലൊന്ന് ഒരു 35 ഇയേഴ്സ് ആകുമ്പത്തിനൊന്ന് എനിക്കൊന്ന് സ്റ്റാൻഡപ്പ് ആയിട്ട് നിൽക്കണമെന്നുണ്ട്. ഓക്കെ ആണ്. എനിക്കിപ്പോ ഇപ്പോഴും സാറിന്റെ അടുത്ത് ചോദിക്കണം, പലവട്ടം ആലോചിച്ചിട്ട് അത്രയും പേടിയാണ്. ഞാൻ ചോദിച്ചാൽ ശരിയാവും എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ എന്റെ രണ്ട് ചോദ്യമുണ്ട് ഇവിടെ. നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷം ആയതാണ്? അതെ അതെ. ഓക്കെ. അപ്പൊ ആ 10 വർഷം മുമ്പ് നിങ്ങൾ ഹൈലി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു? ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വ്യക്തി, വിജയിക്കണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അതെ സാർ. അപ്പൊ ഈ 10 കൊല്ലം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം മാറി, നിങ്ങളെ എൻവയറമെന്റ് നിങ്ങളെ മാറ്റിയെടുത്തത്, ശരിയല്ലേ? നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ ആരൊന്നും പറയരുത് കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡ്, എന്താണ് മദർ ഇൻ ലോ, നിങ്ങളെ അവിടുത്തെ വീട്, അവരെ കുടുംബക്കാർ, ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ മാറിയത്, ശരിയല്ലേ? ഉറപ്പല്ലേ? എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ഇന്ന് ടൈപ്പ് ചെയ്യാം, ജി എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ പണ്ടും നല്ലതെന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പോൾ ഈ 10 വർഷം വെറും പൊടികൾ മാത്രം നിങ്ങളെ മേലെ വന്നിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു റോൾസ് റോയ്സ് കാറാണ് നിങ്ങളെങ്കിൽ 10 വർഷം ആ റോൾസ് റോയ്സ് കാറിന് മേലെ പൊടി വന്നിട്ട് ആ കാറിനെ കാണാതായിക്കണ്. Am I right? ഇപ്പോൾ നിങ്ങൾ ആ പൊടി ഒന്ന് മാറ്റിയിട്ട് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതല്ലേ? അപ്പോൾ ഞാൻ ഇത് ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ അതേ സാഹചര്യത്തിലാണോ, അതേ എൻവയറമെന്റിലാണോ, അതേ ഹസ്ബൻഡോ അതേ മദറിലോ അവരുടെ ഒപ്പമാണോ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാല്, എനിക്ക് ഒരു സൂയിസൈഡ് ടെൻഡൻസി വന്നു തുടങ്ങി. എനിക്ക് ഒന്നല്ലെങ്കിൽ ഇറങ്ങി ഓടണം, അല്ലെങ്കിൽ എനിക്ക് മരിച്ചാൽ മതി, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി വന്നപ്പോ ഞാൻ മതപരമായിട്ട് നല്ല വിശ്വാസമുള്ള ഒരാളാണ്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഒറ്റ ചോദ്യം, മതപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇവിടെ എടുക്കൂല. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാണ്. ഓക്കെ, നിങ്ങൾ ഏത് മതം ഒന്നും പറയണ്ട. നിങ്ങളെ മതത്തിൽ സ്വന്തം ഇതിനെന്താ പറയാ, ലൈഫ് എടുക്കണത് അത് ശരിയാന്ന് പറഞ്ഞ മതമാണോ അല്ലെങ്കിൽ തെറ്റാന്ന് പറഞ്ഞ? തെറ്റാണെന്ന് പറഞ്ഞ മതം. ഓക്കെ, എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. അത്ര ഇനി പറഞ്ഞോളൂ. അപ്പൊ ആ ഒരൊറ്റത് കാരണം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാവില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളത് കാരണം ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തത് എന്റെ ഫാദറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല. ഒന്നല്ലെങ്കിൽ എന്റെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്, PG കഴിഞ്ഞിട്ട് മാരേജ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചില്ല, എന്നെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞൊരു വ്യക്തിനെ കല്യാണം കഴിച്ച എന്റെ ലൈഫ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിലല്ല ഒരാളുടെ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല, നല്ല സ്വഭാവം എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ അതൊക്കെ എന്റെ ഫാദർ ഓൾറെഡി എന്റെ അടുത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിരുന്നു. നിങ്ങൾ ഒരു അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയെന്ന് വെച്ചാല്, ആളുണ്ടല്ലോ, ഓരോ ഹസ്ബൻഡ് അന്നത്തെ 10 വർഷം മുന്നേ അങ്ങനെയാണ്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ട് കൂടിയിട്ട് ഭാര്യമാരും ഓക്കെ ആവുന്നുള്ളൂ.
ആ ഒരു തോട്ടിലാണ് ഞാൻ വന്നത്. പക്ഷെ പിന്നെ ഞാൻ പെട്ടെന്ന് ഫാദറുടെ അടുത്ത് വന്ന് പറയായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഉം. അപ്പൊ ഫാദർ പറഞ്ഞു, നീ ഇന്ന് ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത സ്റ്റെപ്പ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരലായിരുന്നു. ഇപ്പൊ എവിടെയാണ് പിന്നെ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഹസ്ബൻഡിന്റെ ഞാൻ വീട്ടിലാണ്? എന്റെ വീട്ടിലാണ്, നിങ്ങൾ എന്റെ അപ്പൊ വീട്ടിലാണ്. എൻവയറമെന്റ് മാറിയിക്കണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ ഈ എൻവയറമെന്റ് മാറിയെന്ന് വെച്ചാൽ 10 വർഷം മുമ്പത്തെ ആ എൻവയറമെന്റിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോയിക്കണ്. അതെ ശരി, പ്രായം മാറിയിട്ടുണ്ടാവും, അതെ. പ്രായം 10 വർഷം കൂടിയിട്ടുണ്ടാവും, ഫാദർ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു നിങ്ങൾ. അതൊക്കെ നമ്മൾ വാസ്തവം, അതൊക്കെ നമ്മൾ അംഗീകരിക്കാം. പക്ഷെ നിങ്ങളത്തെ ആ ആ ടോക്സിക് എൻവയറമെന്റ് നിങ്ങൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള എൻവയറമെന്റിലേക്ക് മാറിയില്ലേ? മാറിയിട്ടുണ്ട്. ഉറപ്പല്ലേ? പക്ഷെ അത് മാറി, ആ സ്ഥലം മാറിയെന്ന് മാത്രമല്ല, ഇപ്പോഴും എനിക്ക് അവിടെ നിന്നുള്ള ഹരാസ്മെന്റും ഫോൺ ചെയ്തിട്ടാണെങ്കിലും മറ്റുള്ളവരിൽ കൂടെ ആണെങ്കിലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്കത് ഓക്കെ, താങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ. ആ അപ്പൊ ആ അപ്പൊ പഴയ അപ്പൊ സിറ്റുവേഷനിലാണ് എന്റെ മൈൻഡ്. നിങ്ങളെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടില്ല? ഇല്ല, റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഉം, അത് അതേപോലെ തന്നെ പോകുന്നുണ്ട്. ഉം. പക്ഷെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷന്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ഇത്, അതൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും എന്റെ അത് അടുത്ത് ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾക്ക് വരുന്നത്? കോളിങ്ങിലൂടെ പലരും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഓക്കെ, കുറ്റപ്പെടുത്തുന്നത്, റൈറ്റ്, അങ്ങനെ പോരാ പോരാ പറയുന്നത്. റൈറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാനിവിടെ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഉം, ഉം. ഇത് വേറെ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ആ, ഉം, നിങ്ങളെ ഉം, XYZ ആരൊക്കെയാണ് അവരെ ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് നിങ്ങൾ ഈ മാറ്റങ്ങൾ വരുന്നത്. എന്നിരുന്നാൽ ഉം, ഞാൻ ഉം, ഇപ്പൊ നിങ്ങൾ ഈ കോച്ചിങ് ഏറ്റെടുത്ത കാര്യം ആ സ്ഥിതിക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് ഉം, എന്തൊക്കെ ചെയ്യാൻ പറ്റുക, ഈ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. എനിക്ക് പേടിച്ച് ഓടാന്നല്ല ഞാൻ പറഞ്ഞു. എന്തൊക്കെ ഉം, ഉം. ബൗണ്ടറീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, കുറച്ച് നിങ്ങൾ തന്നെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്, ഇതൊന്നും ബോധർ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുക? ഒരു 3 കാര്യം പറയാം. ഒരു ജോബ്, എനിക്കിപ്പോ ഓൾറെഡി ഒരു ജോബിൽ ഞാൻ കയറിയിട്ടുണ്ട്. അത് ഓക്കെ, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇഷ്ടമില്ലാത്ത ജോബായിരുന്നു, പക്ഷെ ഞാൻ അതിൽ കയറിയപ്പോ ഞാൻ ഓക്കെ ആയി. ബ്യൂട്ടിഫുൾ. അപ്പൊ അതെനിക്കൊരു നല്ലൊരു ഇതാണ് ഉണ്ടായത്. പിന്നെ ഞാന് അത് ഇപ്പൊ ആ ഒരു ജോബ് കിട്ടിയ സ്ഥിതിക്ക് അവരെ ഇതൊന്ന് ടോക്സിസിറ്റി കുറച്ച് കുറയോ? ഇല്ല 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 അതിൽ കുറയില്ല. ഓക്കെ, ഇല്ല. പിന്നെ വേറെ എന്തൊക്കെ നിങ്ങൾ അത് ആ ചെയ്യാം? ജോബ് കിട്ടിയപ്പോ എനിക്കൊരു കുറ്റമായിട്ടാണ് എല്ലാരും കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറ്റബോധം കൂടി എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാവോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ട്. ഓക്കെ, ആ ജോബ് നല്ല ജോബല്ലേ? അതെ അതെ. ഓക്കെ, അത് നിങ്ങൾ വേറെ ആരും ചിന്തിക്കണോ? നിങ്ങളെ ഹസ്ബൻഡ് എന്താ പറയുക? ഹസ്ബൻഡ് ഇതിനെതിരാണോ? എതിരൊന്നല്ല, ആൾക്ക് ഓക്കെ ഓക്കെ എന്ന് മറ്റുള്ളവര് പറയുമ്പോഴാണ് ആൾക്കൊന്നും ആസ് കൂടി ലോങ് ആസ് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളെ ആ ഹസ്ബൻഡ്, കാരണം സ്റ്റിൽ യോ ഇൻ ദ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു, ആൻഡ് ആസ് ലോങ് ആസ് യുവർ ഹസ്ബൻഡ് ഇസ് ഓൾസോ ഓക്കെ, എവറിത്തിങ് ഇസ് ഓക്കെ, ഡു യു അഗ്രി ടു ദാറ്റ്? യെസ് ഓർ നാളെ നോ? ചിലപ്പോ നോ പറയും. അതാണ് എനിക്ക് എങ്ങനെ? ഉള്ളൊരു, ഇന്ന് ഓക്കെ പറഞ്ഞാല് നാളെ ആ കാര്യത്തിൽ നോ പറയും. അപ്പൊ എനിക്ക് തന്നെ നോ പറയാനുള്ള കാരണം എന്തായിരിക്കും? 3 സാഹചര്യം പറയാം. എന്താണ് നോ അത് പറയാനുള്ള കാരണം? ആള് വേറെ ആളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, ഇങ്ങനെ ആ, ഒരു വൈഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരതിൽ എന്തെങ്കിലും സജഷൻസ്, അത് ശരിയല്ല പറഞ്ഞാല് ആ. പറയാം അത് ശരിയാവില്ല എന്ന് എന്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ഡൗൺ ആവും. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ ആണ്, മറ്റാള് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്നുള്ള അർത്ഥം. അതെ നിങ്ങൾ അതെ, അത് സ്ട്രോങ് അല്ല എന്നുള്ള. സ്വന്തമായിട്ടുണ്ട് തന്നെ. ഞാൻ നിങ്ങളോട് ഉം. ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചത്, അല്ലേ? Yes. നിങ്ങൾ അതെ സ്ട്രോങ് അതെ. അല്ലെങ്കിൽ എല്ലാ ടോം ഡിക്ക് ആൻഡ് ഹാരി നിങ്ങളെ ശരിക്കും ഹരാസ് ചെയ്യും. ശരിയല്ല? എത്ര പേര് Yes. അംഗീകരിക്കുന്നുണ്ട്? നിങ്ങൾ സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ ഉം, എതിർക്കാന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്ട്രോങ് ഉം, അല്ലെങ്കിൽ എല്ലാവരും വന്ന് നിങ്ങളെ മേലെ എന്താണ് മെക്കിട്ട് കളിക്കാതെ എന്തൊക്കെ പറയുമല്ലോ, ഉം, they'll ഉം, come and they'll play around you. ഉം, ഉം. Do you agree to that? Now Yes. ask yourself, do you want that self respect? നിങ്ങൾക്ക് ആ സെൽഫ് റെസ്പെക്ട് വേണോ? വേണം വേണം. അപ്പൊ നിങ്ങൾ ഇതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ശരി. മാറുന്നത്? നിങ്ങൾ മാറുന്നത് എന്തിനാ? നിങ്ങൾ ആസ് ലോങ് ആസ് നിങ്ങളുടെ ഹസ്ബൻഡ് ഈസ് ഗുഡ് വിത്ത് യു ആൻഡ് യു ആർ ഗുഡ് വിത്ത് യുവർ ഹസ്ബൻഡ്, ദെൻ അബ്സല്യൂട്ട്ലി. കുട്ടികളുണ്ടോ? ഉണ്ട്, ഒരു മകനുണ്ട്. അവര് സപ്പോർട്ട് ചെയ്യണ്ടോ നിങ്ങളെ? അവന് 8 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അവനിപ്പോ അവനെയും കൂടി ഗ്രോ ചെയ്യാനുള്ള ഒരു, അവൻ എന്റെ കൂടെ വളരുമ്പോ അവനും വളരുന്നുണ്ട്. പക്ഷെ എന്റെ ഈ ഒരു സ്വഭാവം കാരണം വെച്ചാൽ എനിക്ക് പേടി, അത് കാരണം എന്റെ മോനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോന്നൊരു നന്നായി എഫക്ട് ചെയ്യും. ഇതുണ്ട്. നിങ്ങൾക്ക് പേടി ആ, കാണിക്കണ്ട. നിങ്ങൾ ഇരുന്ന് കരയുണ്ടെങ്കിൽ നിങ്ങൾ മക്കളാണ് പഠിക്കണത്. എത്ര പേര് അംഗീകരിക്കേണ്ടത്? നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളെ കുട്ടികൾ പഠിക്കണം. നാളെ ആ കുട്ടിക്ക് ജോലി ചെയ്യാനുള്ള പേടി ഉണ്ടാവും. ലോകത്ത് പുറത്തേക്ക് വരാൻ, വേൾഡിൽ വരാൻ, ഫേസ് ഉം. ചെയ്യാൻ പേടിയുള്ള കാരണം വെച്ചാൽ ചെറുപ്പം മുതൽ നിങ്ങളെ കണ്ടിട്ടാ പേടിക്കണ കുട്ടി. ആ, ഡോണ്ട് ബി എ റോങ് റോൾ മോഡൽ ഫോർ യുവർ കിഡ്സ്. ഓക്കെ സർ. ഡു യു അഗ്രി ടു ദാറ്റ്? നിങ്ങളെ കുട്ടീനെ ശരിക്കും സ്നേഹിക്കണ്ടോ നിങ്ങൾ? ഉണ്ട് 100%. ഉറപ്പാണോ? എനിക്കൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും. 0 to 10 എത്ര ഉറപ്പാണ് നിങ്ങൾക്ക്? 10 out of 10. Do you agree? So then Yes. you have to stand on your feet. ആ കുട്ടിക്ക് ചെലവാരെ കൊടുക്കുന്നത് ഫാദറാണ് കൊടുക്കുന്നത്, നിങ്ങളാണോ കൊടുക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പൊ. രണ്ടുപേരും കൊടുക്കുക. അപ്പൊ നിങ്ങൾ അതെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതല്ല, ആ കുട്ടിക്ക് കുറച്ചും കൂടി നല്ലതല്ലേ? അതെ അതെ.
നിങ്ങളിപ്പോൾ ഏൺ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ കൊടുത്തിന്ന് വരും. ബട്ട് ആസ് ലോങ് ആസ് യു ക്യാൻ ഏൺ യു ക്യാൻ ബ്രിങ് യുവർ ഓൺ ബ്രെഡ് ആൻഡ് ബട്ടർ, ഡോണ്ട് യു തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു ഹെൽപ്പ് യുവർ കിഡ്? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഈ ജോലി രാജിവെക്കാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല ഉറപ്പല്ലേ? ഇല്ല ഇല്ല രാജിവെക്കില്ല. എനിക്ക് ഒന്നുകൂടെ അപ്ഗ്രേഡ് ആവണമെന്നുണ്ട് ഈ ഓക്കെ, ജോബിൽ. അതിനെന്ത് ചെയ്യാം അത് പറയാം. ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ടു ബിക്കം. ഇപ്പൊ ഇതിൽ എന്ത് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്? കമ്പനി ഒന്നും പറയണ്ട. ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ലെവൽ എന്താണ് ആസ് എ ടീച്ചർ? വാട്ട്സ് നെക്സ്റ്റ് ലെവൽ? എനിക്കിപ്പോ പ്രീ കെ ജി എടുക്കാനേ പറ്റുന്നുള്ളൂ. എനിക്ക് കെ ജി സെക്ഷൻ അല്ലാതെ സ്റ്റാൻഡേർഡ് ക്ലാസ് എടുക്കണം. 1 to ഒരു 7 വരെയെങ്കിലും എടുക്കുന്ന ഒരു ടീച്ചർ ആവണമെന്നുണ്ട്. അതിനെന്തൊക്കെയാ വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ BEd വേണം, പിന്നെ Okay. PG വേണം. ഓക്കെ, അത് ചെയ്യാനുള്ള വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങളെ ഫാദർ പണ്ട് പറഞ്ഞു പറഞ്ഞു. ആ പക്ഷെ അത് ഐഡിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് എനിക്കിപ്പോ എന്റെ ഫാമിലിയും കൂടി എന്റെ കൂടെ ഉള്ള കാരണം ഞാന് എനിക്ക് ജോബ് ഇനിയിപ്പോ ഇല്ലാതായാലും ഇഷ്യൂ ആണ്. അപ്പൊ എനിക്ക് ജോബ് ചെയ്തുകൊണ്ട് അത് രണ്ടും ചെയ്യാന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ PG കംപ്ലീറ്റ് ആക്കുക, പിന്നെ എനിക്ക് BEd ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ PG കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പ് വേണം? രജിസ്റ്റർ ചെയ്യണം. പിന്നെ വേറെ ഇതൊന്നും ഇല്ല, ഫോർമാലിറ്റീസും എല്ലാം ഡിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ മെയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. മെയിലാണ് ഞാൻ അടുത്തത് വരുന്നത്. അപ്പൊ മെയിൽ ഞാൻ രജിസ്റ്റർ അപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ ബേജാറായിട്ട് വലിയ കാര്യമുണ്ട്. മെയ് എന്ന് പറഞ്ഞാൽ മാസം വരണ്ട ആദ്യം. ഇല്ല അതല്ല എനിക്ക് ഞാൻ അബ്രോഡ് പോകുന്നുണ്ട്. ഞാൻ ഒരു 1 lakh ഉണ്ടാക്കിയിട്ടാണ് അബ്രോഡ് ഞാൻ പോകുന്നുണ്ട്. അപ്പോ എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ എന്റെ ഹാപ്പിനെസ് വേറെ ആരും കാണുന്നില്ല. ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. അപ്പൊ എനിക്കൊരു ഇതുപോലെ ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അപ്പൊ അവര് ഞാൻ ചോദിക്കണ്ട, വേറെ ആരും കാണുന്നു? നിങ്ങൾ കുട്ടി കാണുന്നുണ്ടോ? മോനിക്ക് മോന് കണ്ടാൽ മതി. മോൻ വലുതായി കഴിഞ്ഞാൽ മോൻ പറയും ആ മമ്മ ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറയല്ലേ, അല്ലെ മമ്മ ഇങ്ങനെ ഒരു ടൂർ പോയി എന്നൊക്കെ പറയില്ലേ? എനിക്ക് അവിടെ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഇത് മാറി പോവാ. ആദ്യം ഇപ്പൊ നിങ്ങളെ ഹസ്ബൻഡ് പ്രശ്നം, വീട് പ്രശ്നം, അമ്മായിമ്മ പ്രശ്നം, അത് കഴിഞ്ഞ് ജോലിയായി. ഇതൊക്കെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതാണ്. ഒരു 35 years ആവുമ്പത്തിനും എനിക്ക് എന്റേതായ ഇതിൽ നിൽക്കണം. എനിക്ക് ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ട്. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ടോണിന് മാറിപ്പോയി. ആദ്യം പേടിയായിട്ട് വന്ന ആള് ഇപ്പൊ കംപ്ലീറ്റ് ഫുള്ള് എന്താണ് ഇത്, ഹാപ്പിനെസ് ആണ്. ഫുൾ ഹാപ്പിനെസ്. എത്ര പേര് കാണുന്നുണ്ട്? വോയിസ് കംപ്ലീറ്റ് മാറിപ്പോയി ആളെ. ഇപ്പൊ ഡ്രീമും മാറിപ്പോയി. ഇപ്പം മദറിലെ ഒരു പ്രശ്നമില്ല, ഫാദറിലെ ഒരു പ്രശ്നമില്ല, ഹസ്ബൻഡിലെ ഞാൻ പ്രശ്നമില്ല. സാറിനോട് പറഞ്ഞല്ലോ, അത് ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ അതിനെ ഹോൺ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പൊ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് പേടി ഉണ്ടെങ്കിൽ പോലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാതെ ഇരുന്നാ മതി, അത്രേ ഉള്ളൂ. ഇത് ഈ മൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. അതാണ് എന്റെ പ്രശ്നം. ഇതാണ് ഞാൻ എന്താ പറയാ, ഒന്നിലൊന്ന് മാറിക്കൊണ്ടേയിരിക്കും. വേണ്ട ഇങ്ങനെ തന്നെ ഇരുന്നാ മതി, ചിലപ്പോ വേണ്ട അത് മതി, അതൊരു തോന്നൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒന്ന് ചോദിക്കട്ടെ ഞാൻ. Now I want you to be very firm and stern and say what are the things that you will not do and the things that you will do. നിങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാൽ നിങ്ങൾ ചെയ്യാൻ പോകില്ല. അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ഔട്ട്സൈഡ്, ഞാൻ പുറത്തുനിന്നുള്ള ഫോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ ഷേക്ക് ചെയ്യാൻ പോകില്ല. ടെൽ മി വാട്ട് ഇസ് ദാറ്റ്? നിങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ ഇന്റർനാഷണൽ ടൂർ പറഞ്ഞ പോലെ, വെക്കേഷന് പോണത് പോലെ, നിങ്ങൾ 1 lakh rupees അതിന് വേണ്ടി സേവ് ചെയ്ത പോലെ, അത് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ടെൽ മി വാട്ട് ആർ ദ 3 things that will not shake you at all? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ഡിസിഷൻസ് ഇനി മാറ്റില്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. അതിൽ ഫേം ആയിട്ട് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക്. എനിക്ക് അത് തന്നെ മതി. മറ്റുള്ളവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ. ഒന്നും കൂടെ പറയാം. വേറാണ് പിന്നെ എന്റെ മോന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. ബ്യൂട്ടിഫുൾ. ഈ 3 ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കും? 0 to 10? 10 out of 10. പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആൻസർ നിങ്ങൾ എടുത്തിട്ടുണ്ട്. Do you agree to that? Yeah, sir. Just follow that. Don't change yourself for the world. Don't change your world for the world. Don't do that. നിങ്ങൾ 10 വർഷം മുമ്പ് നിങ്ങൾ എങ്ങനത്തെ വ്യക്തി ആയിരുന്നു? ഇപ്പം മാറ്റങ്ങൾ വരും, പ്രായത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവും, കുട്ടി ഒന്ന് അയക്കണ്, ഹസ്ബൻഡ് എന്നുള്ള റിലേഷൻഷിപ്പ് അവിടെ വന്നിട്ടുണ്ട്. But you can be who you are. You just have to dust all those things and bring the Rolls Royce out. Happy?
ഓക്കെ ബ്രോ, താങ്ക് യു. 0 to 10, how happy are you now? 0 to 10 എനിക്ക് നല്ല ഹാപ്പിയാണ്. അത് ആ ക്ലാരിറ്റി ഉണ്ട്. കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ എല്ലാവരും കാണാം. അതാണ് ആ കണ്ട ഹാപ്പി മൂമെന്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ. അത് അത് അവിടെ അത് ആരാണ് ലുബ്ന ലുബ്ന എന്ന് അയച്ചു, ആഷിഖ്, അത് ഓരോരുത്തരും അതാ ചാറ്റ് നോക്കുക നിങ്ങൾ. Okay, so thank you very much. Thanks a lot for you. Thank you very much for all the audience who are here. Thank you very much. ഞാൻ പറഞ്ഞതുപോലെ 11:45. So let's stop and അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ 10:00 നമുക്ക് കണ്ടുമുട്ടാം. 10:30 മുതൽ 11:15 വരെ. Thank you. You take care of yourself, all of you.